ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ, ചെറിയല്ല കുറച്ചും കൂടെ വലുതാണ്, എന്നാലും ഒരു ചെറിയ വീട്. അപ്പോൾ നമ്മൾ ഇന്ന് അമ്മ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഓണമൊക്കെ ഇല്ലേ, അപ്പോൾ നമ്മൾ അവധിയൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ട് പോകാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ച്. വേർത്ത് കുളിച്ചിരിക്കുക, ഒന്നാമത് തന്നെ ഈ ഷർട്ടൊക്കെ ഇട്ടിട്ട് വേർത്ത് കുളിച്ചൊക്കെ ഇരിക്കുന്നു. അതുകൊണ്ട് പിന്നെ എന്നായാന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്നതാണ് ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനാണെങ്കിൽ അമ്മയോട് ഞാൻ അവിടെ രാവിലെ തൊട്ട് പറഞ്ഞു അമ്മ പായസം വാങ്ങിക്കണം. അപ്പോൾ ഞാൻ പായസം വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഒരു സ്ഥലത്തേക്ക് നിർത്തിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഒരു പായസം വാങ്ങി. ഞാൻ ഇപ്പോഴും അത് ചിന്തിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പക്ഷേ എന്തായാലും ഞാൻ മൈൻഡ് ചെയ്തില്ല. ഒരു പായസം വാങ്ങിച്ചില്ലെങ്കിൽ ഞാൻ ഇടിച്ചിട്ട് പോരും. അത്ര എനിക്ക് പായസം എന്ന് പറഞ്ഞാൽ ഇഷ്ടം കേട്ടോ. ഈ ഒരു ചോറന്ന് അങ്ങനെ കണ്ടൊരു പായസം ഇല്ല, അതൊക്കെ എനിക്കിഷ്ടം. ഓക്കെ, പിന്നെ പാലട, പിന്നെ സേമിയ, പിന്നെ മറ്റൊരു ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടൊരു പായസം ഉണ്ടല്ലോ, ഈ മുന്തിരിങ്ങ ഇട്ടിട്ടുള്ള പായസം, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എനിക്കിഷ്ടമുള്ളത് ശർക്കര പായസം, അതാണ് ഫ്രൂട്ട്സ് കിട്ടുന്നത് ശർക്കര പായസം, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. അതില്ലാതെ വേറെ ഒരു സ്ഥലത്തും ഇല്ല. പിന്നെ സേമിയയും, പിന്നെ ശർക്കര പായസം, പാലട പായസം എനിക്കിഷ്ടം. പിന്നെ മറ്റേ ചോറും അതും ഇഷ്ടമാണ്. പിന്നെ നമ്മൾ നേരെ പുതുപ്പള്ളി വഴിക്കാണ് കേട്ടോ നമ്മൾ വരുന്നത്. പുതുപ്പള്ളി വഴി നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ നമ്മുടെ ചാണ്ടിയുമ്മൻ താമസിക്കുന്ന സ്ഥലമാണ് നമ്മുടെ പുതുപ്പള്ളി ടൗൺ. അപ്പോൾ ഞങ്ങളുടെ അതുവഴി മന്ദിരം എന്ന മന്ദിരം ഹോസ്പിറ്റലിലെ തൊട്ടപ്പുറത്തുള്ള കയറ്റത്തിൻ്റെ മുകളിൽ കൂടെ കയറുമ്പോൾ തൊട്ട് കുറച്ച് പൊക്കപ്പുറത്തിരിക്കുന്ന ഞങ്ങളുടെ വീടാണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. പിന്നെ ഇവിടെ ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. അച്ഛനാണ് കേട്ടോ, ഇത് എൻ്റെ അമ്മയാണ്. ലെഫ്റ്റ് സൈഡിലിരിക്കുന്നത് എൻ്റെ അമ്മയാണ്, റൈറ്റ് സൈഡിൽ ഇരിക്കുന്നത് എൻ്റെ അച്ഛനാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയുണ്ടെന്ന് സുഖമാണെന്ന് ഓണാശംസകൾ. പിന്നെ നമ്മളിവിടെ ഒരു ചിപ്സ് കണ്ടു, ഞാൻ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോ എടുക്കുന്നതിന് പകരം. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് പറയാനാണല്ലേ. പിന്നെ ഞാനിങ്ങനെ പായസം വാങ്ങിച്ച് അപ്പോൾ നമ്മൾ ഞാനിങ്ങനെയൊക്കെ കാണിക്കും നമ്മുടെ പായസമൊക്കെ വാങ്ങിച്ചിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പായസം വാങ്ങിച്ചിരിക്കുന്നു. ഒന്ന് ഡൈഷാഡൊക്കെ ഞാൻ ഇട്ട് നല്ല മേക്കപ്പൊക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നേക്കുന്നത്. എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ മേക്കപ്പ്, പിന്നെ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട് ഗൈസ്? ഞാൻ ആദ്യമായിട്ടൊക്കെ ഇങ്ങനത്തെ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെടുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ കുറേ പായസക്കട അങ്ങ് കടന്നു പോയിട്ട് അമ്മ വാങ്ങിക്കുന്നില്ല, എന്നാലും നല്ലൊരു പായസക്കട നമ്മുടെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പായസക്കടയിൽ നിന്ന് ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വാങ്ങിച്ച് ഗൈസ്. നമ്മൾ വാങ്ങിച്ച ശേഷം ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങനെ നോക്കുന്നുണ്ട്, എവിടെയായി. എന്നാലും നിങ്ങളെ സ്ഥലം കാണിക്കാൻ പറ്റുമല്ലേ ഗൈസ്? അപ്പോൾ ഞാനതിന് മുടിയൊക്കെ കാണിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ബിക്കോസ് എൻ്റെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഒരു മുടി ഉണ്ടല്ലോ, ആ മുടി ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കും. നമ്മൾ എത്ര ഇങ്ങനെ ഒതുക്കി വെച്ചാലും അത് ഇരിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നേരം ഞാൻ അമ്മയുടെ സൈഡിലാണ് കേട്ടോ ഇരിക്കുന്നത്. അത്രയ്ക്കും അമ്മയ്ക്ക് ഫ്രണ്ടിൽ ഇരിക്കണം. അമ്മ ഒരിക്കലും ഫ്രണ്ടിൽ ഇരിക്കാതെ വേറൊരു സ്ഥലത്ത് ഇരിക്കത്തില്ല. പിന്നെ നമ്മൾ നേരെ പായസക്കടയിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഹൈപ്പർ മാർക്കറ്റ് പായസക്കടയിലെത്തി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയപ്പോൾ ഹൈപ്പർ മാർക്കറ്റിലാണ് കേട്ടോ. അപ്പോൾ ഹൈപ്പർ മാർക്കറ്റ് എന്തോ സാധനമൊക്കെ വാങ്ങിക്കാനുണ്ടെന്നു. പിന്നെ ഹരിശ്രീയുടെ ബസ്സൊക്കെ പോയി. അച്ഛനാണ് കേട്ടോ അതിനകത്തോട്ട്. ഞാൻ എൻ്റെ അമ്മയെ കാറിൽ ഇരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് വന്ന് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് എത്തിയ ശേഷം നമ്മൾ തുണിയും കുറച്ച് മുട്ടായിസൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി. ബിക്കോസ് ഓണമല്ലേ, നമുക്കൊന്നും ഞാൻ കുറച്ച് മുട്ടായിസൊക്കെ തിന്നു. അപ്പോൾ അവർക്കും കൂടെ വെച്ചേക്കാം. നിങ്ങൾ അവിടെ 3 പേരുള്ളൂ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി. റോഡാണ് കേട്ടോ ഇത്, വഴിയെന്നല്ല റോഡ്. ഇവിടെ കുറേ വീടുകളുണ്ട്. അപ്പോൾ ഇതാണ് വഴി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. കണ്ടില്ലേ, നല്ല രസമല്ലേ? അത് അപ്പുറത്ത് ഇതാണ് കാടാണ്, അവിടെ ഫുള്ളും മുള്ളംപന്നികളാണ്. കാട്ടുപന്നിയുണ്ട്, മുള്ളംപന്നിയുണ്ട്. ഒരു ദിവസം ഞങ്ങൾ ഒരു ഓട്ടോക്കാരെ കണ്ടാണ്. പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ നടന്നപ്പോൾ നിങ്ങൾ വീഡിയോ എടുക്കും. പിന്നെ അച്ഛൻ അങ്ങ് കയറിപ്പോയി. പിന്നെ ഞാനിപ്പോൾ ലാസ്റ്റ് എനിക്ക് നടുക്ക് നിൽക്കണം, അല്ല ഫ്രണ്ടിൽ നിൽക്കണം, അങ്ങനെയാണ് കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ ലാസ്റ്റായി പോയി, എന്ത് ചെയ്യാനാണ്. എന്നാലും ഞാൻ കുഴപ്പമില്ലാതെ ചെയ്തു. ഇതാണ് ഞങ്ങളുടെ കേട്ടോ കാട്. ഇതൊക്കെ കുഞ്ഞിടവഴിയാണ്. ഇതല്ല കേട്ടോ, അതല്ല വീട്. ശരി, അത് വേറൊരു ആൾക്കാരുടെ വീടാണ്. ഞങ്ങൾക്കറിയാവുന്ന ആൻറ്റിയാണ്. ആൻറ്റി ഇപ്പോൾ വേറെ ഒരു വീട്ടിലാണ്, സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ടാക്കി. ഇത് ആൻറ്റിയുടെ പഴയ വീടാണ് കേട്ടോ. പിന്നെ അച്ഛൻ തലയിൽ ചാക്കൊക്കെ വെച്ചുകൊണ്ട് പോകുന്നു. എന്താണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള ഈ കുഞ്ഞ് കണ്ട അവിടെ ഒരു വഴിയുണ്ട് കേട്ടോ.
ആ വഴി നേരെ എൻ്റെ അച്ചാച്ചിയുടെ ചേട്ടൻ്റെ വീടാണ്. പിന്നെ ഇത് ഗായ്സ് എൻ്റെ വീട് കണ്ടാലും നെട്ടുണ്ട്. ഇതാണ് എൻ്റെ അമ്മ വീട്. ഞങ്ങൾ അച്ഛൻ വീട്ടിലൊക്കെ ഞങ്ങൾ പോകാറില്ല, ഭയങ്കര ദൂരമാണ്. ഈ മാങ്ങാനത്തിൽ നിന്ന് ഇവിടെ വരെ വരുമ്പോഴേ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ എടുക്കും. പിന്നെ എന്താണ്ട് അതിൻ്റെ ജോലി വെച്ച് കാണിക്കുന്നത് എടി അനിയത്തിയുണ്ട് ഞങ്ങൾക്ക് ചേച്ചിയുണ്ട്. ആ ചേച്ചി പിന്നെ പായസമൊക്കെ കുടിക്കുന്നു. ഞാൻ കണ്ട് പാലട കണ്ടില്ലേ, പാലട പായസമാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ